ഈ ഒരു അസറ്റ് ക്ലാസിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ട് കാണത്തില്ല. ഇത് FD കാട്ടി റിട്ടേൺസ് തരും, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്ര റിസ്ക്കും ഇല്ല. ഒരു 8 to 12% വരെയൊക്കെ ഈ ഒരു അസറ്റ് റിട്ടേൺസ് തരും. ഇതാണ് ബോണ്ടുകൾ. ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നതാണെന്ന് നമുക്കൊരു വൺ ലൈനറിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് 10 ലക്ഷം രൂപയുടെ ലോണിന്റെ ആവശ്യമുണ്ട്. ആ കമ്പനിക്ക് 10 ലക്ഷം രൂപയുടെ ബോണ്ട് അനൗൺസ് ചെയ്യാം. പ്ലസ് ഈ ബോണ്ടിൽ 10% വെച്ചിട്ട് ഇൻട്രസ്റ്റ് അനൗൺസ് ചെയ്യാം. ബോണ്ട് വാങ്ങുന്നവർക്ക് 10% വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിട്ട് കൊടുക്കും എന്ന് ആ കമ്പനി പറയും. ഈ ബോണ്ട് വാങ്ങുന്ന നമുക്കപ്പം ഈ 10% ഫിക്സഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറും. അതായത് ഇയർലി 1 lakh വെച്ചിട്ട് ഈ ബോണ്ടിൻ്റെ ടെന്യൂർ, അതായത് എത്ര വർഷത്തേക്കാണ് ഈ ബോണ്ടിൻ്റെ കരാറ്, അത് കഴിയുന്നവരെ നമുക്ക് ആ 10% നമ്മുടെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടേയിരിക്കും. പ്ലസ് ഈ ടെന്യൂറിൻ്റെ എൻഡിൽ കൊടുത്ത എമൗണ്ടായ 10 ലക്ഷം രൂപയും നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചു കയറും. കമ്പനിക്ക് എന്താ ലാഭം? അവരൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വന്നേനെ. അതിന് പകരം പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്ത് 10% ഇൻട്രസ്റ്റിന് അവരവരുടെ ഫണ്ട് കണ്ടെത്തി. നമുക്കെന്താ ലാഭം? ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻകം നമുക്ക് കിട്ടുകയും ചെയ്തു. പ്ലസ് നമുക്ക് നമ്മുടെ എമൗണ്ട് സേഫും ആയിരുന്നു. ഹയർ റിട്ടേൺസ് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കമ്പനീസിലും കൊണ്ട് വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കരുത്. കാരണം ആ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടും ഇൻട്രസ്റ്റും എല്ലാം എയർലായി പോകും. അവിടെയാണ് കവേർഡ് ബോൺസ് വരുന്നത്. കവേർഡ് ബോൺസ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബായ്.